കാനറ ബാങ്കിൽ നിന്നുള്ള വായ്പ KTDFC മുഖേനയാണ് KSRTCക്ക് ലഭിക്കുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ വൈകുന്നതാണ് ശമ്പളം വൈകാൻ കാരണം. നാളെയെങ്കിലും ശമ്പളം വിതരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് KSRTC അധികൃതർ. ഇതിനിടെ CP അനുകൂല സംഘടനയായ ATUC KSRTC ആസ്ഥാനമായ ട്രാൻസ്പോർട്ട് ഭവൻ ഉപരോധിച്ചു. ട്രാൻസ്പോർട്ട് ഭവന്റെ 4 കവാടങ്ങളും ഉപരോധിച്ച സമരക്കാർ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും കടത്തിവിട്ടില്ല. ശമ്പള വിതരണത്തിന് സ്ഥിരം സംവിധാനം ഉണ്ടായില്ലെങ്കിൽ 22 മുതൽ പണിമുടക്കുമെന്നും സമരക്കാർ അറിയിച്ചു. അതുമായി ബന്ധപ്പെട്ട് പണിമുടക്കിലേക്ക് തന്നെയാണ്. ആരെല്ലാം യോജിക്കാൻ കഴിയുമോ അവരുമായിട്ടെല്ലാം. ഇതിനകത്ത് രാഷ്ട്രീയമല്ല, ഇത് ജീവിത സമരമാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം. ഇന്നുണ്ടായിരിക്കുന്ന ഈ അനിശ്ചിതാവസ്ഥ അവസാനിപ്പിച്ചുകൊണ്ട് KSRTC ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. UDF അനുകൂല ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷനും സത്യാഗ്രഹം തുടരുന്നുണ്ട്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.